ഡോക്ടർമാർ തന്നെയല്ലേ ഇതിന് ഉത്തരവാദികൾ? അതിന് പിന്നെ എന്തിനാണ് സമരം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ പറയരുത്. രതീഷാണ് ചോദിച്ചത്. പ്രിയപ്പെട്ട രതീഷ്, അങ്ങനെയല്ല കേട്ടോ. ഇതിൽ ഡോക്ടറല്ല കുറ്റക്കാർ, ഡോക്ടർമാരേ അല്ല ഇതിൽ കുറ്റക്കാർ എന്നത് നമ്മൾ പറയണം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതിൽ സഞ്ജയ് റോയ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോളണ്ടിയറെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ അവിടെ അതിക്രമിച്ചു കയറുകയായിരുന്നു എന്നത് മനസ്സിലായി. കാരണം ഈ വോളണ്ടിയർക്ക് RG കാർ ആശുപത്രിയിൽ അന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ തൊഴിലാളി ആയിരുന്നില്ല. അയാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അയാൾ പോലീസ് വണ്ടിക്കകത്തൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ ക്രിമിനലുകൾക്കുണ്ടല്ലോ. അങ്ങനെ ഈ ആശുപത്രിയിൽ അതിക്രമിച്ച് കയറി 4ാം നിലയിലെത്തി അവിടെ ഈ പെൺകുട്ടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു ക്രൂരമായി. അപ്പോൾ അയാൾക്കൊപ്പം കൂടുതൽ ആളുകളുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ സംശയിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൻ്റെ സൂചനകളുണ്ട് എന്നാണ്. ഇതിൽ നമുക്ക് ഡോക്ടർമാരെ സംശയിക്കാൻ കഴിയില്ല. അതായത് അവിടുത്തെ സഹപാഠികളെയോ വിദ്യാർത്ഥികളെയോ നമുക്ക് നിലവിൽ സംശയിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ആശുപത്രി അധികൃതർ ഇതിന് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം ആത്മഹത്യയായി ഇതിനെ ചിത്രീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം ഉണ്ടായി എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെയുള്ള ഡോക്ടർമാരും വിദ്യാർത്ഥികളും അതിനെ ചെറുത്തു എന്നത് നമ്മൾ പറയണം. തീർച്ചയായും അവരുടെ സുരക്ഷ വേണം. ഇന്നലെ ജാർഖണ്ഡിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയൊരു നേഴ്സിനെ ഉത്തർപ്രദേശിൽ കൊന്നു കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒക്കെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ജീവിതം സംരക്ഷിച്ചു പിടിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സർക്കാർ കേന്ദ്ര നിയമം പാസ്സാക്കണം. ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ശശി തരൂർ ശ്രമിച്ചിരുന്നു. ഒരു സ്വകാര്യ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് വന്ദനാദാസിൻ്റെ പേരാണ് നൽകിയിരുന്നത്, നമ്മുടെ കൊല്ലപ്പെട്ട വന്ദനാദാസ്. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. സംസ്ഥാനത്ത് അങ്ങനെ ഒരു നിയമമുണ്ട്. അത് ആശുപത്രി സംരക്ഷണ ബില്ലാണ്, നിയമമാണ്. അത് ഓർഡിനൻസ് ആയിട്ട് വരികയും ചെയ്തിരുന്നു നേരത്തെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ ആശുപത്രി സേവനങ്ങൾ തടസ്സപ്പെടും. തീർച്ചയായും ഡോക്ടർമാരുടെ അവകാശ പോരാട്ടത്തിൽ നമ്മൾ പ്രേക്ഷകർക്കൊപ്പം തന്നെ തുടരുകയാണ്. നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും എറണാകുളം മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഒന്ന് പോകുന്നു.